ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം എന്താണ്, പരീക്ഷയൊക്കെ വരികയാണല്ലേ. അപ്പൊ പരീക്ഷാകാലം ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളില്ലേ കൂടെ. സെറ്റ് ആക്കാം, എല്ലാം ഓക്കെ ആക്കാം കേട്ടോ. അപ്പോൾ പരീക്ഷ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് നേരിടേണ്ടത്? സ്വാഭാവികമായും നമുക്കറിയാം, കുറേ പാഠങ്ങളുണ്ട്, നമ്മൾ അതൊക്കെ പഠിച്ചു വെക്കും അല്ലേ. പഠിച്ചു വെച്ചാൽ ഈ പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണോ വരാറ്? ആണോ? പാഠങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, പക്ഷേ അതിലപ്പുറം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മലയാളത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ തുടർന്നുള്ള പരീക്ഷകളിൽ എന്താണ്, അതൊക്കെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ചോദ്യപേപ്പറിൽ മാറ്റങ്ങൾ വരികയാണെന്ന്. എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നാലും മലയാള ഭാഷ നമുക്ക് മികച്ച രീതിയിൽ എഴുതാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. പാഠം വെറുതെ വായിച്ചു പോയാൽ പോരാ, പാഠത്തിലെ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചാലും പോരാ, അതിന് നല്ല ഭാഷ വേണം, അതിമനോഹരമായിട്ട് അത് എഴുതി ഫലിപ്പിക്കാൻ കഴിയണം അല്ലേ. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും എനിക്കിന്ന് പറയാനുള്ളത്, ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ അതും കാണും, അയ്യോ ഇതെങ്ങനെ എഴുതും എന്ന് ആലോചിച്ച് ചിന്തിച്ച് തലപുകിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. ചോദ്യം വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമ്മൾ വായിക്കാം. സെറ്റല്ലേ? അത് കഴിഞ്ഞാൽ എന്താണ് ചോദ്യം, എങ്ങനെയാണ് ചോദ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 5ാം ക്ലാസ്സിലെ മക്കളോടാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷ ഏതാണ്? യെസ്, കേരള പാഠാവലിയാണ്. മലയാളം ഫസ്റ്റ്. അതിപ്പോഴും കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. അപ്പോൾ മലയാളം ഫസ്റ്റില് ഒരു ചോദ്യമുണ്ട്, ഒരു പാഠമുണ്ട്. ആ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ? അതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാലോ അല്ലേ. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് അതിലെ നോട്ട്സൊക്കെ, അയ്യോ ഇത് നോട്ട് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നൂലേ. ക്ലാസ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, അതിൻ്റെ കാര്യമൊന്നുമില്ല. അതിൽ നമ്മൾ നോട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇത് ക്ലാസ് 5ന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അപ്പം മിടുക്കന്മാരും മിടുക്കികളായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കൂടാതെ നമ്മുടെ ക്ലാസ് 5ന് പൃഥ്വി എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പൃഥ്വി ബാച്ചിൽ ഇപ്പോൾ നമുക്ക് ഫ്രീഡം അല്ലേ, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു ഓഫർ ഉണ്ട്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ഓഫർ കുറച്ച് ദിവസം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് 10% ആയിട്ട് നിങ്ങൾക്കത് കിട്ടുന്നതാണ്. 10% കുറച്ചിട്ട്, നോർമലി ഉള്ള ഫീയിൽ നിന്ന് 10% കുറച്ചിട്ട് ആ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അടിപൊളി ക്ലാസ്സുകളാണ്, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ നടക്കും. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും എക്സാം നടക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പൃഥ്വി എന്ന് പറയുന്ന ബാച്ചിൽ. അപ്പോൾ മക്കള് ഓർക്കുക, FTE10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ മറന്നു പോകണ്ട, ഇപ്പോൾ ഒരു 10% ഓഫർ ഉണ്ട് എന്നുള്ള കാര്യം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വായുവില്ലാത്ത ലോകം പഠിച്ചിട്ടുണ്ടോ? വായുവില്ലാത്ത ലോകം ആരുടേതാണ്? ആരെഴുതിയതാണ് വായുവില്ലാത്ത ലോകം? കുഞ്ചൻ നമ്പ്യാരല്ലേ. അപ്പൊ വായുവില്ലാത്ത ലോകം എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു ഓണപരീക്ഷയ്ക്ക് വായുവില്ലാത്ത ലോകം എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ വരും എന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പൊ പാഠം കുറച്ചൊന്ന് അറിയണ്ടേ? പാഠം ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. വായുവില്ലാത്ത ലോകം ആരെഴുതിയതാണ്? കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണ്. കുഞ്ചൻ നമ്പ്യാറാണല്ലേ വളരെ രസകരമായിട്ട്, വളരെ ചിന്തിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ എഴുതി അല്ലേ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ പ്രസിദ്ധനായ കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ്. ഒരുപാട് പറയാനുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രക്കുറിപ്പൊക്കെ നമുക്ക് എവിടെ പറയണം? ലൈവ് ക്ലാസ്സിൽ പറയണം കേട്ടോ. അടുത്ത ദിവസം വരുന്ന ലൈവ് ക്ലാസ്സിൽ നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാരത്തോണിലൊക്കെ നിങ്ങൾ കയറുക. അതുപോലെ മിനി മാരത്തോൺ നടക്കുന്നുണ്ട്. മാരത്തോണും മിനി മാരത്തോണൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും കയറിയിട്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ.
ഇനി ഇതാ വായുവില്ലാത്ത ലോകം. ഈ ചിത്രത്തിൽ കാണുന്നുണ്ടോ, ഓരോരുത്തർ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വായു അങ്ങ് തീർന്നു പോവാണ്. എന്താ സംഭവിക്കുക? ഞാനിപ്പോ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ വായു തീർന്നു പോയി, അല്ലെങ്കിൽ പറഞ്ഞോണ്ട് പോവാ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് വായു അങ്ങ് സ്റ്റോപ്പായി പോവാണ് അല്ലെ. അപ്പോൾ ഉള്ളൊരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വായുവില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് വളരെ രസകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അന്നേ കുഞ്ചൻ നമ്പ്യാർ ചിന്തിച്ചു, എഴുതി വെച്ചു അല്ലെ. അതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കം തുള്ളൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് വായുവില്ലാത്ത ലോകം. ഒരുപാട് തുള്ളൽ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് ധ്രുവചരിതം ശീതങ്കം തുള്ളലാണ്. വായുവില്ലാത്ത ലോകം ഗൗരവതരമായ ഒരു സംഭവത്തെ ഹാസ്യരൂപേണ, ഇത് ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പെട്ടെന്ന് വായു അങ്ങ് തീർന്നു പോവാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലോകം തന്നെയാണ്, നമ്മൾ ഇല്ലാതായി പോവാണ് അല്ലെ. വായുവില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. അതിനെ വളരെ ഹാസ്യാത്മകമായിട്ട്, കോമിക്കായിട്ടാണ് ഇദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. പക്ഷേ വളരെ ചിന്തനീയമായ ഒരു കാര്യം കൂടിയാണ് അല്ലെ. സാധാരണ സംഭവങ്ങൾക്കപ്പുറം എന്ന ചോദ്യം വായനക്കാരിൽ ഒട്ടേറെ ചിന്തകൾ സൃഷ്ടിക്കും. കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതിന് വിപരീതമായി നടന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ ഉദിക്കുന്നുണ്ട്, വൈകുന്നേരം അസ്തമിക്കുന്നുണ്ട്. അതങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ, നിന്നുപോയാലോ? ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അത് നിന്നുപോയാലോ? ഓർത്തു നോക്കിയിട്ടുണ്ടോ? കടല്, തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കടലിന്റെ ഒരു രൂപം, ചിത്രം നമുക്ക് കടലെന്ന് പറയുമ്പോൾ ഓർമ്മ വരും. അതങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ? അയ്യോ, വിചാരിക്കാൻ പറ്റുന്നില്ല അല്ലെ. ഈ ചോദ്യം ഒരേ സമയം വായനക്കാരിലും കേൾവിക്കാരിലും കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കും. വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽ ഭാവത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഇതേ ചോദ്യമാണ് നർമ്മരൂപേണ നമ്മോട് ചോദിക്കുന്നത്. വായു ഇല്ലാതെയാകുമ്പോഴാണ് നാം വായുവിന്റെ വില അറിയുക. നമുക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയും. കണ്ണില്ലാതാവണം കണ്ണിന്റെ വില അറിയണമെങ്കിൽ. അതുപോലെ വായു ഇപ്പൊ ഉണ്ട്, ഇനിയിപ്പോ വായു ഇല്ലാതാവുക എന്നുള്ള ഒരു അവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കാത്തത് എന്താണ്? അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാ. പക്ഷേ ഈ വായു ഇല്ലാതായി പോയാൽ അല്ലേ, അതാണ് കുഞ്ചൻ നമ്പ്യാർ ചിന്തിക്കുന്നത്. കവി വാക്കുകൊണ്ട് വരച്ച ഈ ചിത്രം നമുക്ക് ചുറ്റുമുള്ള വായുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പ്രേരണ നൽകുന്നു. വെള്ളമില്ലാതായാലും ഭക്ഷണമില്ലാതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം അല്ലേ. അതിലേറെ കഷ്ടമായിരിക്കും എന്ത്? വായുവില്ലാതായാലുള്ള ഒരവസ്ഥ. മനുഷ്യന് അത്യാവശ്യമായ വായുവില്ലാതായുള്ള രംഗങ്ങൾ ഒരു ചിത്രം പോലെ നമ്പ്യാർ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. പെട്ടെന്ന് വായുവില്ലാതായാൽ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യും? കൊത്തിപ്പണി കഴിപ്പിച്ച പാവകൾ പോലെ. ഇതാ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ സ്റ്റോപ്പായാല് ഇങ്ങനെ ഇരിക്കൂലേ. കൊത്തിപ്പണി കഴിച്ച പാവകൾ പോലെ നിശ്ചലമായി ഇരിക്കും എന്നാണ് ആര് പറയുന്നത്? കവി പറയുന്നത്. അപ്പോൾ കവിതയിൽ പറയുന്ന കാര്യങ്ങളെ ഒന്നും കൂടെ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആ ഉരുളയും കയ്യിൽ പിടിച്ച് വായും തുറന്നിരിക്കുന്നു. അത് കണ്ടിരിക്കുന്ന ആൾ കണ്ണും തുറന്ന് അനക്കമില്ലാതെ പാവയെ പോലെ നിൽക്കുന്നു. മുണ്ടുടുത്തുകൊണ്ടിരിക്കുന്ന ആൾ രണ്ട് കൈകൊണ്ടും മുണ്ടിന്റെ കര ഞൊറിഞ്ഞത് പിടിച്ചു നിൽക്കുന്നു. മുണ്ടുടുക്കാൻ നോക്കുകയാണ്. അപ്പൊ ആ ഞൊറിയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. വടിയെടുത്ത് ഓടിപ്പോയയാൾ കുഴിയിൽ വീണ മരത്തടി പോലെ അവിടെ കിടക്കുന്നു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങി വന്നവർ പൊങ്ങിയും കിടക്കുന്നു. കുളത്തുനിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വായു തീരുന്നത്. അവസ്ഥ വിചാരിച്ചു നോക്ക്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ തന്നെ, നിന്ന നിൽപ്പിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നു അല്ലെ. എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ. എണ്ണ തേക്കുന്നവനും കണ്ണെഴുതുന്നവനും എല്ലാം തന്നെ നിശ്ചലമായി നിൽക്കുന്നു. ഞാനിപ്പോ കണ്ണെഴുതുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ പോസ്. ആ സമയത്ത് നമ്മൾ സ്റ്റാച്ചു കളിക്കാറില്ലേ, അതുപോലെ. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയാൽ തവി താഴ്ത്തി അനങ്ങാനാവാതെ ഇരിക്കുന്നു. പാട്ടുപാടുന്നവരോ ഒരു കൈ ചെവിയിലും വെച്ച് വാ തുറന്നിരിക്കുന്നുണ്ടാവും. മദ്ദളം കൊട്ടുന്ന ആൾ ആ മദ്ദളം കഴുത്തിലുമിട്ട് ചലിക്കാൻ കഴിയാതെ നിൽക്കുന്നു. ഇത്രയും കാഴ്ചകളാണ് കവിതയിലുള്ളത്. ഇത്രയും കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു കവിതയിലുള്ളത് എന്ന് പറയാം. അപ്പോ എന്താണ് വായുവില്ലാത്ത ലോകം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമുക്കിപ്പോൾ വായു ഇല്ലാതായാലുള്ള ഒന്നിനെ പറ്റിയും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെ. ഒന്നിനെ പറ്റിയും നമ്മൾ ചിന്തിക്കില്ല. പക്ഷേ ഫ്യൂച്ചറിൽ, ഭാവിയിൽ നമ്മൾ ATM കാർഡിൽ നിന്നും പൈസ എടുക്കുന്നത് പോലെ ഒരു ഓക്സിജൻ കൗണ്ടറുകൾ അല്ലെങ്കിൽ ഓക്സിജൻ മെഷീനുകൾ എന്താണ് പലയിടത്തും സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തെളിയുന്നത്.
നമുക്കിത് ഈ ഒരു അവസ്ഥ ഇല്ലാതാവട്ടെ. അതുപോലെ വണ്ടിയിൽ എന്താണ് എണ്ണ അടിക്കാൻ നമ്മൾ കയറാറില്ലേ പെട്രോൾ തീരുന്നതിനനുസരിച്ച് അല്ലേ? പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തി നമ്മൾ പെട്രോൾ നിറയ്ക്കാറുണ്ട്. അതുപോലെ നമ്മളും ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഓക്സിജൻ ATM കൗണ്ടർ പോലെയുള്ള അത്തരം കൗണ്ടറുകൾക്ക് മുന്നിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ വരുമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പരീക്ഷാ ചോദ്യങ്ങൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വായുവില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞു വന്നാലോ? കൂടുതൽ ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണിത്. എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആണടാ. നിങ്ങൾക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലേ. നിങ്ങൾക്ക് പഠന കാര്യത്തിൽ ഉപകാരപ്പെടുന്ന ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷ നമുക്ക് അടിപൊളിയാക്കാം. ഇനി ഫുൾ മാർക്ക് നേടാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.